വർഷം 2026 ജൂലൈ പകുതിയോടടുക്കുമ്പോൾ മിഡിൽ ഈസ്റ്റ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും സങ്കീർണവുമായ ഒരു രാഷ്ട്രീയ സൈനിക വഴിത്തിരിവിലൂടെയാണ് കടന്നുപോകുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം ആരംഭിച്ച സംഘർഷങ്ങൾ ഇന്ന് ഇറാനും ഇസ്രായേലും അമേരിക്കയും ഉൾപ്പെടുന്ന വലിയൊരു പ്രാദേശിക യുദ്ധമായി പരിണമിച്ചിരിക്കുകയാണ്. എന്നാൽ ലോകത്തെയാകെ അമ്പരപ്പിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഇറാനുമായി ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന വെടിനിർത്തൽ കരാർ തകരുകയും വീണ്ടും യുദ്ധ സാഹചര്യത്തിലേക്ക് വഴിമാറിയിരിക്കുകയുമാണ്. നെതന്യാഹുവിനെ സംബന്ധിച്ചും ഇത് നിർണായകമാണ്. വരാനിരിക്കുന്ന 2026 ഒക്ടോബറിലെ ഇസ്രായേൽ പൊതു തിരഞ്ഞെടുപ്പിൽ ഈ യുദ്ധവും ഇസ്രായേലിന്റെ നീക്കങ്ങളും എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളത്? ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു ഇസ്രായേലിലെ തിരഞ്ഞെടുപ്പും ഇറാൻ അമേരിക്ക യുദ്ധവും. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം അതിന്റെ ഏറ്റവും ഭയാനകമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത സൈനിക നടപടികളിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനൈ ഒരു വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ സംഭവ വികാസമായിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കും മിസൈൽ നിർമ്മാണശാലകൾക്കും നേരെ ഇസ്രായേൽ അതിശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും അവയ്ക്ക് സാരമായ കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. ഇറാന്റെ ആയുധ സംഭരണശാലകളും നേതൃത്വവും ലക്ഷ്യം വെച്ചുള്ള ഈ ആക്രമണം മിഡിൽ ഈസ്റ്റിലെ അധികാര സമവാക്യങ്ങളെ മാറ്റിയെഴുതുന്നതായിരുന്നു. എന്നാൽ നെതന്യാഹു വർഷങ്ങളായി ലക്ഷ്യമിട്ടിരുന്നതുപോലെ ഇറാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരുവാനോ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ സാധിച്ചില്ല എന്നതാണ് ഏറ്റവും വലിയ തിരിച്ചടി. പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിട്ടും ഇറാന്റെ ഭരണകൂടം തകർന്നില്ല എന്ന് മാത്രമല്ല, കൂടുതൽ തീവ്ര നിലപാടുകളുള്ള നേതാക്കളുടെ കൈകളിലേക്കാണ് ഇറാന്റെ ഭരണചക്രം എത്തിയത്. മറുവശത്ത് ഗാസയിലെ യുദ്ധം അവസാനിച്ചിട്ടില്ല. ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ കണക്കുകൾ പ്രകാരം ഗാസയിൽ ഇതിനോടകം 73,000-ലധികം മനുഷ്യർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഗാസയുടെ വലിയൊരു ഭാഗം ഇസ്രായേൽ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയെങ്കിലും ഹമാസ് ഇപ്പോഴും ഗാസയുടെ പകുതിയോളം പ്രദേശങ്ങളിൽ തങ്ങളുടെ സൈനിക ഭരണ നിയന്ത്രണം നിലനിർത്തുന്നുണ്ട്. 8 മാസങ്ങൾക്ക് മുൻപ് അംഗീകരിച്ച ഒരു സമാധാന പദ്ധതി ഇപ്പോഴും എങ്ങുമെത്താതെ നിൽക്കുകയാണ്. വടക്കൻ അതിർത്തിയിൽ ലബനനിലെ ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടവും ഇസ്രായേലിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനനിലേക്ക് കരയാക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഗാസയിലും ലബനനിലും സിറിയയിലുമായി ഇസ്രായേൽ സൈന്യം വലിയ തോതിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് അവരുടെ സൈനിക വിഭവങ്ങളെയും സാമ്പത്തിക നിലയെയും വലിയ തോതിൽ ചൂഷണം ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ സൈന്യത്തിന്റെ റിസർവ് സേനാംഗങ്ങൾ പോലും കടുത്ത മാനസിക ശാരീരിക സമ്മർദ്ദത്തിലാണ്. ഇറാനെതിരെയുള്ള യുദ്ധം മിഡിൽ ഈസ്റ്റിനെ പൂർണ്ണമായി മാറ്റിമറിച്ചുവെന്ന് ഇസ്രായേൽ ജനതയോട് നെതന്യാഹു അവകാശപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ അതിർത്തികളിലെ സുരക്ഷാ ഭീഷണികൾ ഒന്നും തന്നെ പൂർണ്ണമായി ഇല്ലാതായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.
യുദ്ധം ആഗോള സാമ്പത്തിക രംഗത്ത് പ്രത്യേകിച്ച് എണ്ണവിലയിൽ വരുത്തിയ വലിയ ആഘാതങ്ങളെ തുടർന്നാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അടിയന്തരമായി ഇറാനുമായി ഒരു വെടിനിർത്തൽ കരാറിന് തയ്യാറായത്. അതോടൊപ്പം യുദ്ധത്തോടുള്ള അമേരിക്കൻ ജനതയുടെ വിയോജിപ്പും. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിൽ സ്വിറ്റ്സർലൻഡിൽ നടന്ന ചർച്ചകൾക്കൊടുവിലുണ്ടാക്കിയ ഈ കരാർ ഇസ്രായേലിനെ തീർത്തും ഒറ്റപ്പെടുത്തുന്നതായിരുന്നു. ഇറാനുമേലുള്ള അമേരിക്കൻ ഉപരോധങ്ങളിൽ താൽക്കാലികമായി ഇളവ് വരുത്തുവാനും ഇറാന്റെ എണ്ണ അമേരിക്കൻ ഡോളറിൽ വിൽക്കുവാൻ അനുവദിക്കുവാനും അടച്ചിട്ട ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുവാനും അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ നിരീക്ഷകരെ ഇറാനിലേക്ക് തിരികെ പ്രവേശിപ്പിക്കുവാനുമുള്ള 60 ദിവസത്തെ മാർഗരേഖയാണ് തയ്യാറാക്കിയിരുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ലെബനനിൽ ഉൾപ്പെടെ ഇസ്രായേൽ നടത്തുന്ന എല്ലാ സൈനിക നടപടികളും അവസാനിപ്പിക്കണമെന്ന വ്യവസ്ഥയും ഈ കരാറിന്റെ ഭാഗമായിരുന്നു എന്നതാണ്. എന്നാൽ ഇതെങ്ങും എത്താതെ യുദ്ധം വീണ്ടും ആരംഭിച്ചു. പക്ഷേ ഏറ്റവും അടുത്ത ചങ്ങാതിയായിരുന്ന ഇസ്രായേലിനെ, പ്രത്യേകിച്ച് നെതന്യാഹുവിനെ ഡൊണാൾഡ് ട്രംപ് പരസ്യമായി വിമർശിച്ചത് ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ വലിയ ഭൂകമ്പമാണ് സൃഷ്ടിച്ചത്. വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ബെയ്റൂട്ടിൽ നെതന്യാഹുവിന്റെ ഉത്തരവ് പ്രകാരം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെ ട്രംപ് അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. നെതന്യാഹുവിന് യാതൊരു വിവേചന ബുദ്ധിയുമില്ലെന്നും അമേരിക്കയുടെ താൽപര്യങ്ങളെ അദ്ദേഹം മാനിക്കുന്നില്ലെന്നും ട്രംപ് തുറന്നടിച്ചു. അമേരിക്കൻ പ്രസിഡന്റുമാരെയും അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയത്തെയും തനിക്ക് എളുപ്പത്തിൽ സ്വാധീനിക്കുവാൻ സാധിക്കുമെന്ന് വിചാരിച്ചിരുന്ന നെതന്യാഹുവിന് ഇത് താങ്ങാനാവുന്നതിലും അപ്പുറമുള്ള പ്രഹരമായിരുന്നു. അമേരിക്കയുടെ ഈ അപ്രതീക്ഷിത നീക്കം നെതന്യാഹുവിന്റെ സുദീർഘമായ രാഷ്ട്രീയ ജീവിതത്തിന്റെ 2 പ്രധാന അടിത്തറകളെയാണ് തകർത്തെറിഞ്ഞത്. ഒന്നാമതായി, ട്രംപിന്റെ പരസ്യമായ ശാസനയോടെ വാഷിംഗ്ടണിൽ നെതന്യാഹുവിനുള്ള സ്വാധീനം വെറും മിഥ്യയാണെന്ന് തെളിയിക്കപ്പെട്ടു. രണ്ടാമതായി, ഇറാനിൽ ഭരണമാറ്റം എന്ന ലക്ഷ്യം നേടാനാകാതെ ഇറാൻ ഇപ്പോഴും ഒരു ആണവ ഭീഷണിയായി തുടരുകയും കൂടുതൽ ശക്തമായ വിലപേശൽ ശേഷിയോടെ നിലനിൽക്കുകയും ചെയ്തു. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം ആദ്യമായി ഇസ്രായേൽ ജനത ഒരു പൊതു തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ഒക്ടോബർ 27 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വെറുമൊരു ഭരണമാറ്റത്തിനായുള്ള വോട്ടെടുപ്പല്ല, മറിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഗാസ, ലെബനൻ, ഇറാൻ യുദ്ധങ്ങളിലെ സൈനിക നയതന്ത്ര പ്രകടനത്തെക്കുറിച്ചുള്ള ഒരു ജനകീയ വിധി നിർണയമായിരിക്കും. തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും തീവ്ര വലതുപക്ഷ സർക്കാരിനെ എങ്ങനെയും നിലനിർത്തുവാൻ നെതന്യാഹു അവസാനവട്ട ശ്രമങ്ങളിലാണ്. വെള്ളിയാഴ്ച ഇസ്രായേൽ പാർലമെന്റായ നെസറ്റ് പിരിച്ചുവിടുന്നതിന് മുൻപായി വലതുപക്ഷ സഖ്യകക്ഷികളെ ഒപ്പം നിർത്തുന്നതിനായുള്ള വിവാദപരമായ പല നിയമങ്ങളും തിടുക്കത്തിൽ പാസാക്കിയെടുക്കുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. നാം മിഡിൽ ഈസ്റ്റിനെ മാറ്റിമറിച്ചു, ഇതൊരു പുതിയ ഇസ്രായേലും പുതിയ ഇറാനുമാണെന്ന പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കുവാനാണ് നെതന്യാഹുവിന്റെ ശ്രമം നടന്നത്. ഒക്ടോബർ 7 വലിയ സുരക്ഷാ വീഴ്ചകളെ മറച്ചുവെക്കുവാൻ ഈ ഇറാൻ യുദ്ധത്തെ ഒരു വീണ്ടെടുപ്പിന്റെ യുദ്ധമായി ചിത്രീകരിച്ച് തിരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാമെന്നും നെതന്യാഹു കണക്കുകൂട്ടുന്നു. അതോടൊപ്പം അഴിമതി ആരോപണങ്ങൾ പൊതുജന ശ്രദ്ധയിൽ നിന്ന് അകറ്റി നിർത്താമെന്നും വിചാരിക്കുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിലെ സാധാരണക്കാർക്കിടയിൽ വലിയ അതൃപ്തിയും യുദ്ധക്ഷീണവും പുകയുന്നുണ്ട്. പൂർണ്ണമായൊരു വിജയമെന്ന നെതന്യാഹുവിന്റെ പ്രഖ്യാപനങ്ങൾ വെറും പൊള്ളയാണെന്ന് അവർ തിരിച്ചറിയുന്നു. ഹമാസ് ഇപ്പോഴും ഗാസയിൽ വലിയൊരു ശക്തിയായി തുടരുന്നു. ഹിസ്ബുള്ള അതിർത്തിയിൽ ഭീഷണി മുഴക്കുന്നു. ഇറാൻ തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളെ അതിജീവിച്ച് ശക്തമായി നിലകൊള്ളുന്നു. ഇതിനെല്ലാം പുറമെ അമേരിക്കയുമായുള്ള ബന്ധം ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലുമാണ്. ഇറാനിലെ ഭരണമാറ്റം എന്ന ലക്ഷ്യം നടക്കാതെ വന്നതോടെ അടുത്ത തവണ എപ്പോൾ വേണമെങ്കിലും മറ്റൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാമെന്ന ഭയം ഇസ്രായേൽ ജനതയ്ക്കിടയിലുണ്ട്. നിലവിലെ സർവേകളും അഭിപ്രായ വോട്ടെടുപ്പുകളും സൂചിപ്പിക്കുന്നത് നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിക്കും അദ്ദേഹത്തിന്റെ വലതുപക്ഷ സഖ്യത്തിനും ഇത്തവണ വലിയ തിരിച്ചടി നേരിടുവാൻ സാധ്യതയുണ്ടെന്നാണ്. ഈ യുദ്ധങ്ങൾ ഇസ്രായേലിന്റെ സാമ്പത്തിക ഭദ്രതയെ
വലിയ രീതിയിൽ തകർത്തിട്ടുണ്ട്. പൂർണ്ണമായൊരു സൈനിക വിജയമല്ലാതെ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി പിന്മാറേണ്ടി വരുന്നത് ഇസ്രായേലി വോട്ടർമാർക്ക് എളുപ്പത്തിൽ അംഗീകരിക്കുവാൻ കഴിയുന്ന ഒന്നല്ല. ഒരു വശത്ത് ഇറാന്റെ ആണവ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിൽ സാരമായ പുരോഗതി ഉണ്ടാക്കിയെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുമ്പോഴും രാഷ്ട്രീയമായി വിലയിരുത്തുമ്പോൾ നെതന്യാഹു ഒരു വലിയ പരാജയത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പുതിയ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നയുടൻ ഇസ്രായേലിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സൈനിക സമീപനങ്ങൾക്ക് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഇനി ലഭിക്കില്ല എന്നും ഉറപ്പായി. യുദ്ധങ്ങൾ ആരംഭിക്കുന്നത് എളുപ്പമാണ്, എന്നാൽ അവ ലക്ഷ്യപ്രാപ്തിയോടെ അവസാനിപ്പിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എന്നാൽ ഇറാന്റെ ആണവ ഭീഷണികളെ തള്ളിക്കളയുവാൻ ഇസ്രായേലിന് സാധിക്കുമായിരുന്നുമില്ല. യുദ്ധങ്ങൾ പൂർണ്ണമായും തങ്ങളുടെ താൽപര്യങ്ങൾക്ക് അനുസൃതമായിരുന്നോ, അതോ സർക്കാരിന്റെ വൻ സുരക്ഷാ പരാജയങ്ങളെ മറച്ചുവെക്കുവാൻ ഇറാനുമായുള്ള യുദ്ധത്തെ മറയാക്കി മാറ്റുകയായിരുന്നോ എന്നും ഈ തെരഞ്ഞെടുപ്പിൽ തെളിയും. വരാനിരിക്കുന്ന ഒക്ടോബർ 27 തെരഞ്ഞെടുപ്പ് നെതന്യാഹുവിന്റെ സുദീർഘമായ രാഷ്ട്രീയ ഭാവിയെ മാത്രമല്ല, ഇസ്രായേലിന്റെയും മിഡിൽ ഈസ്റ്റിന്റെയും വരുംകാല ദിശാബോധത്തെ തന്നെ നിർണയിക്കുന്ന ഒന്നായിരിക്കും. എന്തു തന്നെയായാലും ഈ തെരഞ്ഞെടുപ്പിലെ ഇസ്രായേലിന്റെ ജനവിധി ലോക രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായൊരു അധ്യായമായി മാറുമെന്നതിൽ സംശയമില്ല.